ഹലോ മക്കളെ, നമ്മളെ നീറ്റിൻ്റെ പ്രിപ്പറേഷൻ അവസാന നാളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ. നമ്മൾ അവസാന ലാപ്പിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് റിവിഷന് നമ്മൾ എത്രത്തോളം സമയം കിട്ടുന്നോ ആ സമയവും നമ്മളുടെ നീറ്റിൻ്റെ സ്കോറും തമ്മിൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങളുടെ സ്കോറിൻ്റെ തിളക്കം കൂടുന്നതാണ്. കാരണം നമുക്ക് കാര്യങ്ങളെ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും, പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അനാട്ടമി നമ്മൾ കുറേ മുന്നേ പഠിച്ചു കഴിഞ്ഞൊരു കാര്യമാണ്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡൈക്കോട്ട് റൂട്ട് എന്താണ്, മോണോക്കോട്ട് റൂട്ട് എന്താണ്, അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചതാണ്, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. പെട്ടെന്ന് നമുക്ക് പറഞ്ഞു നോക്കാം. നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ അതിൻ്റെ അവസാനം 2 ചോദ്യം കൂടി ആഡ് ചെയ്യും. ആ ചോദ്യങ്ങൾ കമൻ്റായിട്ട് ആൻസർ രേഖപ്പെടുത്തും ചെയ്യണം കേട്ടോ. സോ നോക്കിക്കോണേ, ഒന്നാമത്തത് ഡൈക്കോട്ട് റൂട്ട്. ഡൈക്കോട്ട് പ്ലാന്റുകൾ കാണിക്കുന്ന റൂട്ടാണ് ഡൈക്കോട്ട് റൂട്ട് എന്ന് പറയുന്നത്. ഡൈക്കോട്ട് റൂട്ടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. എല്ലാ റൂട്ടും സ്റ്റെമ്മും നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും 4 ലെയറുകളാണ് ഉണ്ടായിരിക്കുക. ഏറ്റവും പുറമേയുള്ള ലെയറിനെ പറയുന്ന പേരാണ് എപ്പിഡർമിസ് അല്ലേ. എപ്പിഡർമിസ് കഴിഞ്ഞാൽ പിന്നീടുള്ള ലെയറാണ് കോർട്ടെക്സ് എന്ന് എല്ലാവർക്കും അറിയാം. കോർട്ടെക്സിൻ്റെ ഇന്നർമോസ്റ്റ് ലെയറാണ് എൻഡോഡർമിസ് എന്ന് കുട്ടികൾ ഓർത്തിരിക്കണം. അപ്പോൾ ഏറ്റവും പുറമേയുള്ള ലെയറാണ് എപ്പിഡർമിസ്. റൂട്ടിൻ്റെ കേസിൽ അതിനെ എപ്പിബ്ലമ എന്നാണ് പറയാം. ഇനി റൂട്ടാണെങ്കിലും സ്റ്റെം ആണെങ്കിലും ലീഫ് ആണെങ്കിലും ഒക്കെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറാണ് എപ്പിഡർമിസ്. എപ്പിഡർമിസ് കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ളതാണ് കോർട്ടെക്സ് റീജിയൻ എന്ന് പറയുന്നത്. കോർട്ടെക്സിന് കുറേ ലെയേഴ്സ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഇന്നർമോസ്റ്റ് ലെയറാണ് എൻഡോഡർമിസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ എൻഡോഡർമിസ് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ലെയറിനെ പറയുന്ന പേരാണ് പെരിസൈക്കിൾ എന്നാണ് പറയുക. പെരിസൈക്കിൾ. അപ്പോൾ നോക്കിക്കോണേ, എപ്പിഡർമിസ്, കോർട്ടെക്സിൻ്റെ ഇന്നർമോസ്റ്റ് ലെയറാണ് എൻഡോഡർമിസ്. അത് കഴിഞ്ഞാൽ പെരിസൈക്കിൾ എന്നുള്ള ലെയർ വരും. പെരിസൈക്കിൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വാസ്കുലാർ സിലിണ്ടറിലേക്ക് എത്തും. വാസ്കുലാർ സിലിണ്ടറിൻ്റെ ഏറ്റവും സെൻറ്റർ ഭാഗമായിട്ട് പിത്തുണ്ടായിരിക്കും. ഇതാണ് എല്ലാ റൂട്ടിൻ്റെയും സ്റ്റെമ്മിൻ്റെയും ഒക്കെ ഒരു ഓർഡർ ഉണ്ടാവുക. അപ്പോൾ ഒന്ന് പഠിച്ചു നോക്കിയേ. ഏറ്റവും പുറമെ എപ്പിഡർമിസ്, താഴെ കോർട്ടെക്സിൻ്റെ ഇന്നർമോസ്റ്റ് ലെയറാണ് എൻഡോഡർമിസ്. അത് കഴിഞ്ഞാൽ പെരിസൈക്കിൾ കഴിഞ്ഞാൽ വാസ്കുലാർ സിലിണ്ടർ. ആ വാസ്കുലാർ സിലിണ്ടർ ഉള്ളിൽ വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ട്. അതിൻ്റെ കേന്ദ്രഭാഗത്തായിട്ട് പിത്തുണ്ട്. ഇതാണ് പൊതുവെ റൂട്ടിൻ്റെയും സ്റ്റെമ്മിൻ്റെയും ഒക്കെ ഒരു അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഓരോ ലെയറിലുള്ള വ്യത്യാസങ്ങൾ അനുസരിച്ചാണ് ഡൈക്കോട്ട് റൂട്ടും മോണോക്കോട്ട് റൂട്ടും ഡൈക്കോട്ട് സ്റ്റെമ്മും മോണോക്കോട്ട് സ്റ്റെമ്മൊക്കെ വ്യത്യാസം വരുന്നത്. നമുക്ക് നോക്കാം. ഡൈക്കോട്ട് റൂട്ടിൻ്റെ ഏറ്റവും പുറമേയുള്ള ലെയറിനെ എപ്പിഡർമിസ്, റൂട്ട് ആയതുകൊണ്ട് നമ്മൾ ഒന്നുകൂടി വൃത്തിക്ക് എപ്പിബ്ലമ എന്ന് വിളിക്കും. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായോ? അപ്പോൾ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറിനെ പറയുന്ന പേരാണ് എപ്പിബ്ലമ എന്നാണ് പറയുക. അത് പാരങ്കൈമാറ്റസ് ആയുള്ള സെല്ലുകളാണ്. ഈ എപ്പിബ്ലമയിലുള്ള ഏറ്റവും പുറമേയുള്ള ലെയറാണ് എപ്പിഡർമിസ് അല്ലെങ്കിൽ എപ്പിബ്ലമ എന്ന് പറയുന്നത്. പാരങ്കൈമാറ്റസ് ആയുള്ള സിംഗിൾ ലെയറാണ് നമുക്കറിയാം. ഇതിലുള്ള ചില സെല്ലുകൾ ഹെയർ ആയിട്ട് പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്തിട്ടുണ്ടാവും, യൂണിസെല്ലാർ ഹെയർ പോലെ. അതിനെ പറയുന്ന പേരാണ് റൂട്ട് ഹെയേഴ്സ് എന്നാണ് വിളിക്കുക. അപ്പോൾ റൂട്ട് ഹെയേഴ്സ് എവിടെയാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ മക്കൾ എവിടെ പറയാം? റൂട്ട് ഹെയേഴ്സ് ഉള്ളത് എപ്പിബ്ലമ എന്നാണ്. എപ്പിബ്ലമ എന്ന് പറയുന്ന ലെയറിലുള്ള ചില സെല്ലുകൾ എന്താവും? പ്രൊട്രൂഡ് ചെയ്യുക, പുറത്തേക്ക് തള്ളി വരും ഒരു ഹെയർ ലൈക്ക് സ്ട്രക്ചറായിട്ട്. അവരെല്ലാം ഇപ്പോഴും യൂണിസെല്ലുലാർ ആയിരിക്കും. അതാണ് അടുത്ത പോയിന്റ്. റൂട്ട് ഹെയേഴ്സ് ആർ ഓൾവേസ് യൂണിസെല്ലാർ. ഇപ്പം ഞാൻ ഒറ്റ പോയിന്റ് പറഞ്ഞിട്ടുള്ളൂ. ഒരു ഡൈക്കോട്ട് റൂട്ടിൻ്റെ ഏറ്റവും പുറത്ത് ഞങ്ങൾ ഇരുത്തി ഉള്ളിലേക്ക് കയറാൻ പറഞ്ഞാൽ നിങ്ങൾ ഡൈക്കോട്ട് റൂട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ ഏറ്റവും പുറമേ ഒരു ലെയർ കാണും. അതാണ് എപ്പിബ്ലമ എന്ന് പറയുന്നത്. അത് സിംഗിൾ ലെയറാണ്, പാരങ്കൈമാറ്റസ് ആണ് നമ്മൾ പറഞ്ഞു. ഇനി പറയാൻ പോണേ അടുത്ത പോയിന്റാണ് പറയാൻ പോകണ്ടോ. നോക്കിക്കോണേ, ഇതിൻ്റെ വേറെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എപ്പിബ്ലമയിൽ എന്തില്ല, റൂട്ടിൽ എന്തില്ല നമുക്ക് പറയാം? റൂട്ടിൽ ക്യൂട്ടിക്കിൾ ആബ്സെന്റ് ആണ്. അപ്പോൾ സാധാരണ സ്റ്റെമ്മിനും ലീഫിനൊക്കെ എപ്പിഡർമിസിന്റെ പുറത്തൊരു ക്യൂട്ടിക്കിൾ ഉണ്ടാവും വാട്ടർ ലോസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ ആർക്കതില്ല? റൂട്ടിന് അത് ഉണ്ടാവില്ല. അവർക്ക് എപ്പിഡർമിസ് എന്നുള്ള ഒരു ലെയർ, എപ്പിബ്ലമ എന്ന് പറയുന്ന ഒരു ലെയർ മാത്രമേ ഉണ്ടാവുള്ളൂ. ക്യൂട്ടിക്കിൾ ആബ്സെന്റ് ആണ് റൂട്ടിന്, നിങ്ങൾ ഓർത്തിരിക്കുക. സോ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് എപ്പിബ്ലമ. അതിലുള്ള ചില സെല്ലുകൾ പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്തിട്ട് ഒരു ഹെയർ പോലെയാവും. അതിനെ വിളിക്കുന്ന പേരാണ് റൂട്ട് ഹെയർ. റൂട്ട് ഹെയർ എല്ലായ്പ്പോഴും യൂണിസെല്ലാർ ആണ്. പിന്നെ എപ്പിബ്ലമക്ക് എന്തില്ല? ക്യൂട്ടിക്കിൾ ആബ്സെന്റ് ആണെന്നും പഠിച്ചു. അപ്പം നിങ്ങൾ എപ്പിബ്ലമ എന്നുള്ള ലെയറിൽ നിന്ന് റൂട്ട് ഹെയർ കണ്ടു, എപ്പിബ്ലമ കണ്ടു, ക്യൂട്ടിക്കിൾ ഇല്ല എന്ന് മനസ്സിലായി. രണ്ടാമത്തെ ലെയറിലേക്ക് ചാടുമ്പോൾ രണ്ടാമത്തെ ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കുഞ്ഞുങ്ങളെ കോർട്ടെക്സ് എന്നാണ് വിളിക്കുക. എല്ലാവർക്കും അറിയുന്ന പേരാണ് കോർട്ടെക്സ്. എന്താണ് കോർട്ടെക്സ് എന്ന് ചോദിച്ചാൽ എന്താ പറയുക? സെവറൽ ലെയേഴ്സ് ഓഫ് തിൻ വോൾഡ് പാരങ്കൈമ സെൽസ്. ശരിക്കും ശ്രദ്ധിക്കണം, ഒരുപാട് ലെയേഴ്സ് ഉണ്ടോ. എപ്പിബ്ലമക്ക് താഴെയായിട്ട് സെവറൽ ലെയേഴ്സ് ഓഫ് തിൻ വോൾഡ് ആയിട്ടുള്ള പാരങ്കൈമാറ്റ സെല്ലുകളെ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ലെയേഴ്സ് ഉണ്ടായിരിക്കും. ഇതിന് താഴെയായി കാണാൻ പറ്റുന്ന സെവറൽ ലെയേഴ്സ് ഓഫ് തിൻ വോൾഡ് പാരങ്കൈമ സെൽസ്, അവരെ മൊത്തമായിട്ട് വിളിക്കുന്ന പേരാണ് കോർട്ടെക്സ് എന്ന് പറയാം. ഈ കോർട്ടെക്സിലുള്ള സെല്ലുകൾക്ക് എന്തുണ്ട്? ഇന്റർ സെല്ലുലാർ സ്പേസസ് പ്രസന്റ് ആണ്. നോട്ട് ദ പോയിന്റ്. എപ്പിബ്ലമക്ക് താഴെ ഒരുപാട് ലെയർ ഓഫ് സെല്ലുകളെ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ലെയർ ഓഫ് തിൻ വോൾഡ് ആയിട്ടുള്ള പാരങ്കൈമ സെല്ലുകളുള്ള ഈ ഒരു കൂട്ടം ലെയറിനെ വിളിക്കുന്ന പേരാണ് കോർട്ടെക്സ് എന്നാണ് വിളിക്കുക. കോർട്ടെക്സിൽ ഒരുപാട് ലെയർ ഓഫ് സെല്ലുകൾ ഉണ്ട്. അവരുടെ ഇടയിൽ ഇന്റർ സെല്ലുലാർ സ്പേസ് പ്രസന്റ് ആണ്. ഇതൊക്കെയാണോ?
എന്നാ അടുത്ത പോയിന്റ് നോക്കടാ. ഈ കോർട്ടെക്സിന്റെ ഏറ്റവും ഒരു ഇന്നർമോസ്റ്റ് ലെയർ ഉണ്ട്. ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. കോർട്ടെക്സിന്റെ ഒരു ഇന്നർമോസ്റ്റ് ലെയർ ആണ് ഞാൻ ഈ വരച്ചേക്കുന്നത്. ഇത്രയും ഭാഗമാണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. കോർട്ടെക്സിന്റെ ഏറ്റവും ഒരു ഇന്നർമോസ്റ്റ് ലെയർ സ്പെഷ്യലൈസ്ഡ് ആണ്. ആ ഇന്നർമോസ്റ്റ് ലെയറിനെ പറയുന്ന പേരാണ് എൻഡോഡെർമിസ് എന്നാണ് വിളിക്കുക. അപ്പൊ എന്താ എൻഡോഡെർമിസ് എന്ന് വായിച്ചു നോക്കിയേ. എ സിംഗിൾ ലെയർ ഓഫ് ബാരൽ ഷേപ്ഡ് സെൽസ് വിത്തൗട്ട് ഇന്റർസെല്ലാർ സ്പേസ്. ഫസ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞു, ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് കോർട്ടെക്സ് ആണ് എന്തെന്ന് പറയുന്നത്, എൻഡോഡെർമിസ് എന്ന് പറയുന്നത്. എൻഡോഡെർമിസ് ഒരു സിംഗിൾ ലെയർ ഓഫ് സെല്ലുകളാണ്. അതിന്റെ ഷേപ്പാണ് ചോദിക്കുക, ബാരൽ ഷേപ്ഡ് ആണ്. അവർക്ക് ഇന്റർസെല്ലാർ സ്പേസ് ഇല്ല. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം. എപ്പിബ്ലമയുടെ താഴെയുള്ള ഒരു കൂട്ടം സെല്ലുകൾ, പാരങ്കൈമാന്റെ സൈഡിൽ ഒരുപാട് ലെയർ ഓഫ് സെല്ലുകൾ ഉണ്ട്. ഇവരെ മൊത്തമായിട്ട് വിളിക്കുന്ന പേരാണ് കോർട്ടെക്സ്. കോർട്ടെക്സിന്റെ സെല്ലുകളുടെ പ്രത്യേകത എന്താ വെച്ചാൽ ആദ്യത്തെ ലെയറുകൾക്കൊക്കെ ഇന്റർസെല്ലാർ സ്പേസ് ഉണ്ട്, പാരങ്കൈമാറ്റസ് ആണ്. എന്നാൽ ഈ കോർട്ടെക്സിന്റെ ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ കുറച്ച് സ്പെഷ്യലൈസ്ഡ് ആണ്. ആ കോർട്ടെക്സിന്റെ ഇന്നർമോസ്റ്റ് ലെയറിനെ പറയുന്ന പേരാണ് എൻഡോഡെർമിസ്, ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് കോർട്ടെക്സ്. അത് ഓക്കെ ആണല്ലോ. എൻഡോഡെർമിസിന്റെ പ്രത്യേകത അതൊരു സിംഗിൾ ലെയർ ആണ്, അത് ബാരൽ ഷേപ്ഡ് സെല്ലുകളാണ്, അവർക്ക് ഇന്റർസെല്ലാർ സ്പേസ് ഇല്ല. അപ്പൊ കോർട്ടെക്സിലുള്ള ബാക്കി ലെയറിലുള്ള സെല്ലുകൾക്കിടയിലൊക്കെ ഇന്റർസെല്ലാർ സ്പേസ് ഉണ്ട്. പക്ഷേ കോർട്ടെക്സിന്റെ തന്നെ ഇന്നർമോസ്റ്റ് ലെയർ ആയ എൻഡോഡെർമിസിന്റെ സെല്ലുകൾക്കിടയിൽ ഇന്റർസെല്ലാർ സ്പേസ് ഇല്ല. അപ്പൊ എൻഡോഡെർമിസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ലെയർ ഓഫ് ബാരൽ ഷേപ്ഡ് സെൽസ് വിത്ത് ഇന്റർസെല്ലാർ സ്പേസ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്, വിത്തൗട്ട് ഇന്റർസെല്ലാർ സ്പേസ് ആണ്. ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഡൈക്കോട്ട് റൂട്ടിനെ പുറത്തിരുന്നേ നമുക്ക് റൂട്ട് ഹെയർ കാണാം, അത് യൂണിസെല്ലാർ ആണ്. പിന്നെ ക്യൂട്ടിക്കിൾ ഇല്ല, നേരെ എപ്പിബ്ലമ സിംഗിൾ ലെയർ ഓഫ് പാരങ്കൈമാ സെൽസ് കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ താഴേക്ക് ചാടിയപ്പോൾ സെവറൽ ലെയേഴ്സ് ഓഫ് പാരങ്കൈമാ സെല്ലുകൾ കണ്ടു. ആ സെവറൽ ലെയേഴ്സിനെ ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് കോർട്ടെക്സ്. അവരുടെ ഇടയിൽ ഇന്റർസെല്ലാർ സ്പേസ് ഉണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ഓരോ ലെയറും കടന്നു ചെന്നപ്പോൾ കോർട്ടെക്സിന്റെ ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് സെല്ലുണ്ട്. അത് സിംഗിൾ ലെയറിന് എന്തോ പ്രത്യേകത ഉണ്ട്. അപ്പോൾ നമ്മൾ എൻഡോഡെർമിസ് എന്ന് വിളിച്ചു. എൻഡോഡെർമിസിന്റെ സെല്ലുകളുടെ പ്രത്യേക ബാരൽ ഷേപ്ഡ് ആണ്, അവർക്ക് ഇന്റർസെല്ലാർ സ്പേസ് ഇല്ല. ക്ലിയർ ആണല്ലോ. അതും കഴിഞ്ഞിട്ട് നമ്മൾ പറയണേ ആ ഇന്റർസെല്ലാർ സ്പേസ് ഇല്ലാത്ത ആ എൻഡോഡെർമിസിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് കാസ്പാരിയൻ സ്ട്രൈപ്സ് ഉള്ളത്. ഇവിടെയാണ് എന്തുള്ളത്, കാസ്പാരിയൻ സ്ട്രൈപ്സ് ഉണ്ട്. കാസ്പാരിയൻ സ്ട്രൈപ്പുകൾ അവിടെ പ്രസന്റ് ആണ്. സോ പ്രസൻസ് ഓഫ് കാസ്പാരിയൻ സ്ട്രൈപ്സ് നമുക്ക് കാണാൻ പറ്റുക എൻഡോഡെർമൽ സെല്ലുകളിലാണ്. ഡൈക്കോട്ട് റൂട്ടിന്റെ എൻഡോഡെർമൽ സെല്ലുകളിൽ നമുക്ക് ആരെ കാണാൻ പറ്റും, കാസ്പാരിയൻ സ്ട്രൈപ്സിനെ കാണാൻ പറ്റും. ഈ കാസ്പാരിയൻ സ്ട്രൈപ്സ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും സുബറിൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സുബറിൻ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ കൊണ്ടാണ്. എന്താണ് കാസ്പാരിയൻ സ്ട്രൈപ്സ് എന്ന് വെച്ചാൽ ഒരു വാക്സി മെറ്റീരിയൽ ആയിട്ടുള്ള സുബറിൻ കൊണ്ട് എൻഡോഡെർമൽ സെല്ലുകളെ റേഡിയൽ ആയിട്ടും ടാൻജൻഷ്യൽ ആയിട്ടും കോട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാസ്പാരിയൻ സ്ട്രൈപ്സ്. കാസ്പാരിയൻ സ്ട്രൈപ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ഏതുകൊണ്ട് എന്നുള്ളതാണ് നീറ്റിന്റെ ചോദ്യം. സുബറിൻ എന്ന് പറയുന്ന കെമിക്കൽ കൊണ്ടാണ്. രണ്ട് ചോദ്യം അവിടെ ചോദിക്കാം. കാസ്പാരിയൻ സ്ട്രിപ്പ് ഏത് ലെയറിലാണ്, എൻഡോഡെർമിസിലാണ്. കാസ്പാരിയൻ സ്ട്രിപ്പ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, സുബറിൻ എന്ന് പറയുന്ന വാക്സി മെറ്റീരിയൽ കൊണ്ടാണ്. ക്ലിയർ ആണല്ലോ. എങ്കിൽ നമ്മൾ അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പോകുന്നത് നാലാമത്തെ ലെയറിലേക്കാണ്. ആ നാലാമത്തെ ലെയറിനെ വിളിക്കുന്ന പേരാണ് പെരിസൈക്കിൾ. അപ്പോൾ എപ്പിബ്ലമ കണ്ടു, കോർട്ടെക്സ് കണ്ടു, കോർട്ടെക്സിന്റെ ഇന്നർമോസ്റ്റ് ലെയർ എൻഡോഡെർമിസ് കണ്ടു, ബാരൽ ഷേപ്ഡ് ആണ്, ഇന്റർസെല്ലാർ സ്പേസ് ഇല്ല, അവിടെയാണ് കാസ്പാരിയൻ സ്ട്രിപ്പ് ഉള്ളത്, അത് സുബറിൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വരെ പഠിച്ചു. എങ്കിൽ അവിടുന്ന് കഴിയുമ്പോൾ താഴേക്ക് ഇറങ്ങുമ്പോൾ വീണ്ടും ഒരു ലെയർ ഓഫ് സെല്ലുകളെ കാണാം. അവരെ വിളിക്കുന്ന പേരാണ് പെരിസൈക്കിൾ. എടാ ഓക്കെ അല്ലേ, പെരിസൈക്കിൾ എന്നാണ് വിളിക്കുക. നോക്കണേ, നെക്സ്റ്റ് ടു എൻഡോഡെർമിസ്. എല്ലാവർക്കും മനസ്സിലായി. എൻഡോഡെർമിസിന് നെക്സ്റ്റ് ആയിട്ട് കാണപ്പെടുന്ന ലെയർ ഓഫ് സെല്ലുകളാണ് ആരെന്ന് പറയുന്നത്, പെരിസൈക്കിൾ എന്ന് പറയുന്നത്. ഫ്യൂ ലെയേഴ്സ് ഓഫ് തിക്ക് വോൾഡ് പാരങ്കൈമാ സെൽസ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് കോർട്ടെക്സിൽ തിൻ വോൾഡ് പാരങ്കൈമാ സെൽസ് ആണ്. പെരിസൈക്കിൾ ആയപ്പോഴേക്കും അത് തിക്ക് വാൾഡ് പാരങ്കൈമാ സെൽസ് ആയി. ശ്രദ്ധിക്കണം. പെരിസൈക്കിളിൽ നോക്കിക്കോണേ, നെക്സ്റ്റ് ടു എൻഡോഡെർമിസിന് ശേഷം ഒരു ഫ്യൂ ലെയേഴ്സ് ഓഫ് തിക്ക് വോൾഡ്, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്, തിക്ക് വോൾഡ് ആയിട്ടുള്ള പാരങ്കൈമാ സെൽസ് ആണ്. അവരെ വിളിക്കുന്ന പേരാണ് പെരിസൈക്കിൾ. അപ്പോൾ എല്ലാവരും നോക്കിക്കേ, ഏറ്റവും പുറത്ത് എപ്പിബ്ലമ എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട്. അവിടുന്ന് ചില സെല്ലുകൾ പ്രൊട്രൂഡ് ചെയ്തിട്ട് റൂട്ട് ഹെയർ ആയിട്ട് മാറിയിട്ടുണ്ട് നമുക്ക് മനസ്സിലായി. അതിൻ്റെ താഴെ എന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൂട്ടം ലെയർ ഓഫ് സെല്ലുകളെ നമുക്ക് കാണാൻ പറ്റും. ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെരിസൈക്കിൾ സെല്ലുകൾ എന്നാണ് വിളിക്കുക. ഇതൊക്കെ അല്ലേ. പെരിസൈക്കിളിൻ്റെ ഏറ്റവും ഇന്നർമോസ്റ്റ് ആയിട്ടുള്ള ഒരു ലെയർ ഉണ്ട്, അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻഡോഡെർമിസ്. അതിന് താഴെയായിട്ട് ഒരു ലെയർ നമുക്ക് കാണാൻ പറ്റും. ആ ലെയറിന്റെ പ്രത്യേകത എന്താണ്, തിക്ക് വോൾഡ് ആയിട്ടുള്ള ഒരു കൂട്ടം പാരങ്കൈമാ സെല്ലുകളാണ്. ഇവർക്ക് തിക്ക് വോളുകളാണ്, തിക്ക് വോൾഡ് പാരങ്കൈമാ സെൽസ് ആണ്. അവരെ വിളിക്കുന്ന പേരാണ് പെരിസൈക്കിൾ എന്നാണ് പറയുക. ക്ലിയർ ആണോ? പെരിസൈക്കിളിന്റെ പ്രത്യേകതയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സ്ഥിരമായിട്ട് നീറ്റിന് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. പെരിസൈക്കിളിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കണേ, ഇനീസിയേഷൻ ഓഫ് ലാറ്ററൽ റൂട്ട്സ്. കണ്ടോ, ഡൈക്കോട്ട് റൂട്ടുകൾക്ക് ഒരു പ്രൈമറി റൂട്ട് ഉണ്ടാവും, സെക്കൻഡറി റൂട്ട് ഉണ്ടാവും, ടെർഷറി റൂട്ട് ഉണ്ടാവും. ഈ സെക്കൻഡറി റൂട്ടിനെയും ടെർഷറി റൂട്ടിനെയൊക്കെ നമ്മൾ ലാറ്ററൽ റൂട്ട്സ് എന്നാണ് പറയുക. അപ്പോൾ ഈ പ്ലാന്റിൽ ലാറ്ററൽ റൂട്ട്സ് റൈസ് ചെയ്യുന്നത് പെരിസൈക്കിളിനാണ്. ചോദിക്കും
ഇനീസിയേഷൻ ഓഫ് ലാറ്ററൽ റൂട്ട്സ് ഇൻ ഡൈക്കോട്ട് പ്ലാന്റിൽ ലാറ്ററൽ റൂട്ട്സ് ഉണ്ടാവുന്നത് ഏത് ലെയറിനാണ്? ഈ പെരിസൈക്കിൾ സെല്ലിൽ നിന്നാണ് അത് ഉണ്ടാവുന്നത്. സോ ഇനീസിയേഷൻ ഓഫ് ലാറ്ററൽ റൂട്ട്സ് ആൻഡ് പിന്നെ എന്തും കൂടി ഉണ്ടാവുന്നുണ്ട്, വാസ്കുലാർ കാമ്പിയോം ഉണ്ടാവുന്നുണ്ട് ഡ്യൂറിങ് സെക്കൻഡറി ഗ്രോത്ത്. കണ്ടോ, സെക്കൻഡറി ഗ്രോത്തിന്റെ സമയത്ത് ശ്രദ്ധിക്കണേ, സെക്കൻഡറി ഗ്രോത്തിന്റെ സമയത്ത് വാസ്കുലാർ കാമ്പിയോം ലാറ്ററൽ റൂട്ടുകളും ഒക്കെ എറൈസ് ചെയ്യുന്നത് പെരിസൈക്കിളിൽ നിന്നാണ്. ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കേണ്ടോ. എൻഡോഡർമിസിന് താഴെ ഒരു ലെയർ ഓഫ് സെല്ലുകൾ ഉണ്ട്, അത് തിക്ക് വാൾഡ് പാരങ്കൈമാര സെൽസ് ആണ്. അവരെ വിളിക്കുന്ന പേരാണ് പെരിസൈക്കിൾ. പെരിസൈക്കിൾ നിങ്ങൾ ഓർത്തിരിക്കണം, അവിടെ നിന്നാണ് ലാറ്ററൽ റൂട്ട്സ് ഉണ്ടാവുന്നത്. പോരാതെ സെക്കൻഡറി ഗ്രോത്തിന്റെ സമയത്ത് വാസ്കുലാർ കാമ്പി ഉണ്ടാവുന്നതും പെരിസൈക്കിൾ നിന്നാണ്. നീറ്റ് ക്വസ്റ്റ്യൻ, പെരിസൈക്കിൾ ലാറ്ററൽ റൂട്ട്സ് അറൈസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? പെരിസൈക്കിൾ നിന്നാണ്. സെക്കൻഡറി ഗ്രോത്തിന് സമയത്ത് വാസ്കുലാർ കാമ്പി അറൈസ് ചെയ്യുന്നത് ഏത് ലെയർ നിന്നാണ്? പെരിസൈക്കിൾ നിന്നാണ്. പെരിസൈക്കിളിൽ നിന്ന് എന്തൊക്കെയാണ് അറൈസ് ചെയ്യുക? അടുത്ത ചോദ്യം, പെരിസൈക്കിളിൽ നിന്ന് എന്തൊക്കെ അറൈസ് ചെയ്യുക? ഇനീസിയേഷൻ ഓഫ് ലാറ്ററൽ റൂട്ട്സ് അറൈസ് ചെയ്യും, അതുപോലെ തന്നെ വാസ്കുലാർ കാമ്പിയും സെക്കൻഡറി ഗ്രോത്തിന്റെ സമയത്ത് അറൈസ് ചെയ്യും. അപ്പോൾ ഈ ഭാഗം ക്ലിയർ ആയി. അപ്പോൾ എപ്പിബ്ലമ കഴിഞ്ഞു, കോർട്ടെക്സ് കഴിഞ്ഞു, അതിൻ്റെ ഇന്നർമോസ്റ്റ് ലെയർ ആയ എൻഡോഡർമിസ് കഴിഞ്ഞു, പിന്നെ നമ്മൾ പെരിസൈക്കിളും കണ്ടു. പെരിസൈക്കിൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്തുന്നതാണ് എവിടേക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈലം ആൻഡ് ഫ്ലോയം പാച്ചസ് നമുക്ക് വാസ്കുലാർ ബണ്ടിൽസിൽ കാണാൻ പറ്റും. വാസ്കുലാർ ബണ്ടിലിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? പെരിസൈക്കിൾ കഴിഞ്ഞ് നമ്മൾ വാസ്കുലാർ സിലിണ്ടറിലേക്ക് എത്തും. അവിടെ സൈലം ആൻഡ് ഫ്ലോയമാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. റൂട്ട് ആയതുകൊണ്ട് സൈലം ആൻഡ് ഫ്ലോയം എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക? റൂട്ട് ആയതുകൊണ്ട് സൈലം ആൻഡ് ഫ്ലോയം റേഡിയൽ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. എല്ലാവർക്കും അറിയാം. എങ്ങനെ റേഡിയൽ എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ആദ്യം ഒരു സൈലം, പിന്നെ ഒരു ഫ്ലോയം, പിന്നെ ഒരു സൈലം, പിന്നെ ഒരു ഫ്ലോയം, പിന്നെ ഒരു സൈലം, പിന്നെ ഒരു ഫ്ലോയം, ഇങ്ങനെയല്ലേ റേഡിയൽ ആയിട്ടല്ലേ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. സോ റൂട്ട് ആയതുകൊണ്ട് വാസ്കുലാർ സിലിണ്ടറിൻ്റെ ഉള്ളിൽ വാസ്കുലാർ ബണ്ടിൽസിൻ്റെ അറേഞ്ച്മെന്റ് റേഡിയൽ ആണ്. സൈലം ആൻഡ് ഫ്ലോയം ആർ ഓൾട്ടർനേറ്റ് മാനറിലാണ് കാണുക, നമുക്കറിയാം. ഇനി എങ്ങനെയൊക്കെ കാണാം? 2 to 4 സൈലം ആൻഡ് ഫ്ലോയം പാച്ചസ് ആണ് കാണാൻ പറ്റുക. 2 സൈലം 2 ഫ്ലോയം, അല്ലെങ്കിൽ 3 സൈലം 3 ഫ്ലോയം, അല്ലെങ്കിൽ മാക്സിമം 4 സൈലം 4 ഫ്ലോയം ബണ്ടിൽസ് ആണ് നമുക്ക് കാണാൻ പറ്റുക. 2 to 4 സൈലം ആൻഡ് ഫ്ലോയം പാച്ചസ് ആണ് ഡൈക്കോട്ട് റൂട്ടിൽ കാണാൻ പറ്റുക. അപ്പോൾ കിട്ടി എപ്പിബ്ലമ, കോർട്ടെക്സ്, അതിൻ്റെ ഇന്നർമോസ്റ്റ് ലെയർ എൻഡോഡർമിസ്, സിംഗിൾ ലെയർ ആണ്, ബാരൽ ഷേപ്പ്ഡ്, വിത്തൗട്ട് ഇന്റർസെല്ലുലാർ സ്പേസ് ആണ്. അവിടെയാണ് കാസ്പാരിയൻ സ്ട്രിപ്പ് ഉള്ളത്, സൂപ്പർ ഇൻകോട്ടിംഗ് ഉണ്ട്. അതിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ സിംഗിൾ ലെയർ ഓഫ് തിക്ക് വാൾഡ് പാരങ്കൈമാ സെൽസ് ഉണ്ട്. അതാണ് പെരിസൈക്കിൾ എന്ന് പറയുന്നത്. പെരിസൈക്കിൾ നിന്നാണ് ലാറ്ററൽ റൂട്ട് അറൈസ് ചെയ്യുക, അതേപോലെ തന്നെ സെക്കൻഡറി ഗ്രോത്തിന്റെ സമയത്ത് വാസ്കുലർ കാമ്പി അറൈസ് ചെയ്യുക നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നതാണ് വാസ്കുലാർ ബണ്ടിലേക്ക്. വാസ്കുലാർ ബണ്ടിൽ റൂട്ട് ആയതുകൊണ്ട് റേഡിയൽ ആണ്, ഓൾട്ടർനേറ്റീവ് മാനറിലാണ് ഉണ്ടാവുക. സൈലം ഫ്ലോ ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. പോരാത്തതിന് 2 to 4 സൈലം ആൻഡ് ഫ്ലോയം പാച്ചസേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മൈക്രോസ്കോപ്പിൽ ഇങ്ങനെ ഡൈക്കോട്ട് റൂട്ട് നോക്കുകയാണെങ്കിൽ 2 മുതൽ 4 വരെ സൈലം ആൻഡ് ഫ്ലോയം പാച്ചസ് എവിടെ ഉണ്ടാവുള്ളൂ, അതിൽ കൂടുതൽ ഉണ്ടാവില്ല ഡൈക്കോട്ട് റൂട്ട് ആണെങ്കിൽ. അപ്പോൾ 2 to 4 സൈലം ആൻഡ് ഫ്ലോയം പാച്ചസ് നമുക്ക് കാണാൻ പറ്റും. ഇനി ഞാൻ പറയാൻ പോണേ, സൈലോം ഫ്ലോ ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ടല്ലേ ഇരിക്കുക. ഒരു സൈലത്തിനും ഫ്ലോയത്തിനും ഇടയ്ക്ക് നിങ്ങൾ ഈ ഗ്യാപ്പ് കാണുന്നുണ്ടോ? കണ്ടോ, സൈലത്തിനും ഫ്ലോയത്തിനും ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് നമ്മൾ കാണൂലേ? അപ്പോൾ സൈലത്തിനെയും ഫ്ലോയത്തിനെയും കണക്ട് ചെയ്യാൻ അവിടെ ഒരു ടിഷ്യൂ ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് കൺജക്റ്റീവ് ടിഷ്യൂ. അപ്പോൾ എന്താ കൺജക്റ്റീവ് ടിഷ്യൂ എന്ന് എല്ലാവരും വായിച്ചേ. ദ പാരങ്കൈമാറ്റസ് സെൽസ് വിച്ച് ലൈ ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയം. നോക്കണം മക്കളെ, സൈലത്തിനും ഫ്ലോയത്തിനും ഇടയ്ക്ക് കുറച്ച് പാരങ്കൈമാറ്റസ് സെൽസ് പ്രസന്റ് ആയിരിക്കും. സൈലത്തിനും ഫ്ലോയത്തിനും ഇടയ്ക്ക് സൈലത്തിനെയും ഫ്ലോയത്തിനെയും കണക്ട് ചെയ്യുന്ന കൺജക്റ്റീവ് ടിഷ്യൂ. അങ്ങനെ ഓർത്താൽ പെട്ടെന്ന് കിട്ടൂലേ. സൈലോം ഫ്ലോയം എങ്ങനെയാണ്? റേഡിയൽ ആണ്, ബന്ധമില്ല, ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ സൈലത്തിനും ഫ്ലോയത്തിനും ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇവരെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാരങ്കൈമാറ്റസ് ടിഷ്യൂ ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് കൺജക്റ്റീവ് ടിഷ്യൂ. ഞാൻ ആരും മറന്നു വരുത്. കൺജക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ പാരങ്കൈമാറ്റസ് ടിഷ്യൂ വിച്ച് ലൈ ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയം. എന്നാൽ സ്റ്റെമ്മിലും റൂട്ടിലൊക്കെ അത് എങ്ങനെയാണ്? സൈലോം ഫ്ലോ അല്ല, സ്റ്റെമ്മിലും ലീഫിലൊക്കെ കൺജോയിന്റ് ആണ്. സൈലോം ഫ്ലോയോ ഒരുമിച്ചാണ് ഇരിക്കുക. അപ്പോൾ ഒരു ഇടയിൽ ആരും ഉണ്ടാവില്ല, കാമ്പിയം വരികയാണെങ്കിൽ ഉണ്ടാവുള്ളൂ. ഇവിടെ അങ്ങനല്ല, സൈലോം ഫ്ലോയം ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഇരിക്കുക. അപ്പോൾ സൈലത്തിനും ഫ്ലോയത്തിനും ഇടയ്ക്ക് അവരെ കണക്ട് ചെയ്യുന്ന ടിഷ്യൂ ആണ് കൺജക്റ്റീവ് ടിഷ്യൂ. മാറിപ്പോയത്, അത് പാരങ്കൈമാറ്റസ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞു, പെരിസൈക്കിൾ കഴിഞ്ഞു, വാസ്കുലാർ സിലിണ്ടറിലെത്തി. സൈലം ഫ്ലോയം റേഡിയൽ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അത് 2 to 4 സൈലം ഫ്ലോയം പാച്ചസ് ആണ് കാണുക എന്ന് പറഞ്ഞു. ഈ 2 to 4 എന്ന് പറഞ്ഞാൽ 2 എണ്ണമാണ് കാണണമെങ്കിൽ ഡൈയാർക്ക് എന്ന് പറയും, 4 എണ്ണമാണ് കാണണമെങ്കിൽ ടെട്രാർക്ക്. 4 സൈലവും 4 ഫ്ലോയോ ആണ് കാണണമെങ്കിൽ അതിന് നമ്മൾ ടെട്രാർക്ക് എന്നാണ് വിളിക്കുക. അത് കഴിഞ്ഞിട്ട് സൈലത്തിനെയും ഫ്ലോയത്തിനെയും കണക്ട് ചെയ്യാൻ അവരുടെ ഇടയിൽ കൺജക്റ്റീവ് ടിഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു, അത് പാരങ്കൈമാറ്റസ് സെൽസ് ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും സെൻറ്ററിലെത്തി. ഇപ്പം നിങ്ങൾ എപ്പിബ്ലമ കഴിഞ്ഞു, കോർട്ടെക്സ് കഴിഞ്ഞു, എൻഡോഡർമിസ് കഴിഞ്ഞു, പെരിസൈക്കിൾ കഴിഞ്ഞു, വാസ്കുലാർ സിലിണ്ടർ കഴിഞ്ഞു. നേരെ നമ്മളെല്ലാം കണ്ടിട്ട് ഏറ്റവും റൂട്ടിൻ്റെ കേന്ദ്ര ഭാഗത്ത് നമ്മൾ പോയിരിക്കും. ആ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് പിത്ത്. പിത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം, ദ സെൻറ്റർ പാർട്ട് ഓഫ് ഡൈക്കോട്ട് റൂട്ടിൻ്റെ ആ സെൻറ്റർ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് പിത്ത്. പിത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വളരെ സ്മോൾ ആണ്, ഇൻകോൺസ്പീക്കസ് ആണ്. ഇൻകോൺസ്പീക്കസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റില്ല. പിത്ത് എന്ന് പറയുന്നത് ഇവരുടെ സെൻട്രൽ പാർട്ട് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, ഇൻകോൺസ്പീക്കസ് ആണ്, പെട്ടെന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും ഓർത്തക്കണേ, ഡൈക്കോട്ട് റൂട്ടിന്റെ പിത്ത് വളരെ ചെറുതാണ്, ഇൻകോൺസ്പീക്കസ് ആണ്. ഇൻകോൺസ്പീഷ്യസ് എന്നും പറയാം, ഇൻകോൺസ്പീക്കസ് എന്നും പറയാം. പെട്ടെന്ന് കാണാൻ പറ്റില്ല, ചെറിയ പിത്താണ് ഇവർക്ക് ഉണ്ടായിരിക്കുക. സെൻട്രൽ പാർട്ട് വളരെ ചെറുതായിരിക്കും. ഇനി നമ്മൾ പറയുന്ന ഒരു ടേം ആണ്, എല്ലാവരും പഠിച്ചേക്കേണ്ട ഒരു ടേം ആണ് സ്റ്റീല്.
എന്താണ് സ്റ്റീൽ എന്ന് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. എന്താണ് സ്റ്റീൽ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയണം ഓൾ ദ ടിഷ്യൂസ് ഇൻസൈഡ് ദ എൻഡോഡർമിസ്. എൻഡോഡർമിസിന്റെ ഉള്ളിലേക്കുള്ള എല്ലാ ടിഷ്യൂസിനെയും കൂട്ടി വിളിക്കുന്ന പേരാണ് സ്റ്റീൽ എന്നാണ് വിളിക്കുക. അപ്പോൾ എൻഡോഡർമിസ് കഴിഞ്ഞാൽ ആരൊക്കെ ഉണ്ട്? പെരിസൈക്കിൾ ഉണ്ട്, വാസ്കുലാർ ബണ്ടിൽ ഉണ്ട്, പിത്തുണ്ട്, പിന്നെ അതിൽ കൺജക്റ്റീവ് ടിഷ്യൂവിന് വേണമെങ്കിൽ പറയാം, കാരണം അതിൻ്റെ ഉള്ളിലൊരു ടിഷ്യൂ ആണ്. അപ്പോൾ ഓൾ ദ ടിഷ്യൂസ് ഇൻസൈഡ് ദ എൻഡോഡർമിസ്, എൻഡോഡർമിസിന്റെ ഉള്ളിലേക്ക്, എൻഡോഡർമിസിന് കൂട്ടില്ല, എൻഡോഡർമിസിന്റെ ഉള്ളിലേക്കുള്ള എല്ലാ ടിഷ്യൂസിനെയും കൂട്ടി പറയുന്ന പേരാണ് സ്റ്റീല്. സ്റ്റീലിൽ പെരിസൈക്കിളും വാസ്കുലാർ ബണ്ടിലും പിത്തും കൺജക്റ്റീവ് ടിഷ്യൂ ഒക്കെയാണ് ഉണ്ടാവുക. ഇനി ഈ ചിത്രം നോക്കിയാൽ എല്ലാവർക്കും പറയാൻ പറ്റും. ഈ ചിത്രത്തിലേക്ക് എല്ലാവരും നോക്കിക്കോട്ടെ. ഡൈക്കോട്ടോണിന്റെ ചിത്രം ഏറ്റവും പുറമേ ഇരിക്കുകയാണെങ്കിൽ എപ്പിബ്ലമ അറിയാലോ. അതിൽ ചില സെല്ലുകൾ പ്രൊട്രൂഡ് ചെയ്തിട്ട് യൂണിസെല്ലാർ ആയിട്ട് പറയുന്നത്, അതാണ് റൂട്ട് ഹെയർ എന്ന് പറയുന്നത്. ഇവർക്ക് ക്യൂട്ടിക്കിൾ ആബ്സെന്റ് ആണ് റൂട്ട് ആയതുകൊണ്ട്. അതിന്റെ താഴെ ഒരു ലെയർ ഓഫ് സെല്ലുകൾ നമുക്ക് കാണാൻ പറ്റും. അവരെ വിളിക്കുന്ന പേരാണ് കോർട്ടെക്സ്. കോർട്ടെക്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇന്റർസെല്ലാർ സ്പേസ് പ്രസന്റ് ആണ്. കോർട്ടെക്സിന്റെ ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയറിനെ പറയുന്ന പേരാണ് എൻഡോഡർമിസ്. അത് ബാരൽ ഷേപ്പ്ഡ് സെല്ലുകളാണ്, വിത്തൗട്ട് ഇന്റർസെല്ലാർ സ്പേസ് ആണ്. എന്നിട്ട് നമ്മൾ പറഞ്ഞതാണ് എന്തെന്ന് വെച്ചാൽ അവിടെ കാസ്പാരിയൻ സ്ട്രിപ്പ് ഉണ്ട്, വാക്സി കോട്ടിംഗ് ആണത് സൂപ്പറിൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതും കിട്ടി. അതിന്റെ താഴെ ഒരു സിംഗിൾ ലെയർ ഓഫ് സെല്ലുകൾ നമുക്ക് കാണാൻ പറ്റും. ആ തിക്ക് വാൾഡ് പാരങ്കൈമാരുടെ സെല്ലുകളാണ്. അതാണ് പെരിസൈക്കിൾ എന്ന് പറയുന്നത്. പെരിസൈക്കിളിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വാസ്കുലാർ സിലിണ്ടർ, അവിടെ സൈലം ആൻഡ് ഫ്ലോയം ഉണ്ട്. നോക്കിക്കേ, ഈ ചുവപ്പ് കളറിലുള്ളതാണ് സൈലം, ഈ മഞ്ഞ കളറിൽ കാണുന്നതാണ് ഫ്ലോയം. അപ്പോൾ ഓൾട്ടർനേറ്റീവ് അല്ലേ? സൈലം ഫ്ലോയം, സൈലം ഫ്ലോയം, സൈലം ഫ്ലോയം, സൈലം ഫ്ലോയം. 2 to 4 സൈലം പാച്ചസ് ആണ് കാണുക. ഇവിടെ 1 2 3 4 4 സൈലം, 1 2 3 4 4 ഫ്ലോയം. കണ്ടോ? അപ്പോൾ ഇത് ടെട്രാർക്ക് കണ്ടീഷൻ ആണ്. എന്നിട്ട് നമ്മൾ പറയണേ ഈ സെൻട്രൽ പോർഷനെ വിളിക്കുന്ന പേരാണ് പിത്ത്. കണ്ടോ, ഇവരുടെ പിത്ത് വളരെ ചെറുതാണ്, അതുകൊണ്ടാണ് സ്മോൾ ആൻഡ് ഇൻകോൺസ്പീക്കസ് പിത്ത് എന്ന് പറഞ്ഞത്. ഈ ഡയഗ്രാം എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ മക്കളെ ഡൈക്കോട്ട് റൂട്ടിൽ പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മോണോകോട്ട് റൂട്ടിലേക്ക് പോവാം. മോണോകോട്ട് റൂട്ടിലും ഇതേപോലെ തന്നെയാണ്. എപ്പിബ്ലം ഉണ്ട്, കോർട്ടെക്സ് ഉണ്ട്, എൻഡോഡർമിസ് ഉണ്ട്, പെരിസൈക്കിൾ ഉണ്ട്, വാസ്കുലാർ സിലിണ്ടർ ഉണ്ട്, പിത്ത് ഉണ്ട്. ഇത് തന്നെയാണ് ഓർഡർ. ഇനി ഡൈക്കോട്ടുമായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്താണ് നമുക്ക് നോക്കിയാൽ മതി. ദ അനാട്ടമി ഈസ് സിമിലർ ടു ദ ഡൈക്കോട്ട് റൂട്ട് ഇൻ മെനി ആസ്പെക്ട്. സിമ്പിളാ. കണ്ടോ, ഈ മോണോകോട്ട് റൂട്ടിന്റെ അനാട്ടമി ഡൈക്കോട്ട് റൂട്ടിനോട് തന്നെ പല കേസിലും എന്താണ് സിമിലർ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിമിലർ ആണ് പല കേസിലും. ഇനി ഞാൻ പറയാൻ പോണ നോക്കണം കേട്ടോ. ഇതിന് എപ്പിഡർമിസ് ഉണ്ട്, കോർട്ടെക്സ് ഉണ്ട്, എൻഡോഡർമിസ് ഉണ്ട്, പെരിസൈക്കിൾ ഉണ്ട്, വാസ്കുലാർ ബണ്ടിൽസും പിത്തുണ്ട്. ഡൈക്കോട്ട് പോലെ തന്നെ ഇവരുടെ അനാട്ടമിയും പല ആസ്പെക്റ്റിലും സിമിലർ ആണ്, ചില ഭാഗങ്ങളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇനി പറയാൻ പോണേ സൈലം ആൻഡ് ഫ്ലോയം പാച്ചസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൈക്കോട്ടിൽ നമുക്ക് കാണാം ഒന്നെങ്കിൽ ഡൈആർക്ക് അല്ലെങ്കിൽ ടെട്രാർക്ക് കണ്ടീഷനാണ്. ഇവിടെ അങ്ങനെയല്ല. മോണോകോട്ടിൽ നോക്കുമ്പോൾ മോർ ദാൻ 6 സൈലം ആൻഡ് ഫ്ലോയം ബണ്ടിൽസ് ഉണ്ടായിരിക്കും. 6ൽ കൂടുതൽ സൈലം ആൻഡ് ഫ്ലോയം ബണ്ടിൽസ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് പോളി ആർക്ക് കണ്ടീഷൻ എന്നാണ് പറയുക. പോളി ആർക്ക് കണ്ടീഷൻ. അപ്പോൾ ഡൈക്കോട്ടിൽ ടെട്രാർക്ക് കണ്ടീഷൻ ആണെങ്കിൽ മോണോകോട്ടിൽ പോളി ആർക്ക് കണ്ടീഷനാണ്. മോർ ദാൻ 6 സൈലം ആൻഡ് ഫ്ലോയം പാച്ചസ് നമുക്ക് കാണാൻ പറ്റും. ഇനി ഡൈക്കോട്ടിൽ പിത്ത് വളരെ ചെറുതാണ്, ഇൻകോൺസ്പീക്കസ് ആണ്, പെട്ടെന്ന് കാണാൻ പറ്റില്ല. എന്നാൽ ഇവിടെ പിത്ത് വളരെ വലുതാണ്, അതുപോലെ തന്നെ വെൽ ഡെവലപ്ഡ് ആണ്. അപ്പോൾ വെൽ ഡെവലപ്ഡ് പിത്തുള്ള റൂട്ട് എന്ന് പറയുന്നത് മോണോകോട്ട് റൂട്ടാണ്. സ്മോൾ ആൻഡ് ഇൻകോൺസ്പീക്കസ് പിത്തുള്ളത് ഡൈക്കോട്ട് റൂട്ടാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അവർക്ക് സെക്കൻഡറി ഗ്രോത്ത് ഉണ്ട്. ഡൈക്കോട്ടിന് സെക്കൻഡറി ഗ്രോത്ത് ഉണ്ട്, എന്നാൽ മോണോകോട്ടിന് സെക്കൻഡറി ഗ്രോത്ത് ആബ്സെന്റ് ആണ്. ഈ അനാട്ടമിയിലേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. ഏറ്റവും പുറത്തുള്ള ആളാണ് എപ്പിബ്ലമ. ഇവർക്ക് റൂട്ട് ഹെയർ ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലായി. അതിൻ്റെ താഴെ ഒരു ലെയർ ഉണ്ട്, അതാണ് കോർട്ടെക്സ്. ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ ആണ് എൻഡോഡർമിസ് എന്ന് പറയുന്നത്. അതിൻ്റെ താഴെ പെരിസൈക്കിളൊക്കെ നമ്മൾ പറഞ്ഞു. എന്നിട്ട് നോക്കിക്കോണേ. എന്നിട്ട് നമ്മൾ എൻഡോഡർമിസ് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ താഴേക്ക് വന്നിട്ട് പെരിസൈക്കിൾ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കിയേ. ഇതാണ് വാസ്കുലാർ സിലിണ്ടർ. ഇവിടെ സൈലം ഫ്ലോയം എണ്ണിക്കുക. സൈലം 1 2 3 4 5 6 7 നോക്കിക്കോണേ. 1 2 3 4 5 6 7 8 ഉണ്ടോ? മോർ ദാൻ 6 സൈലം ബണ്ടിൽസ് ഉണ്ട്. ഫ്ലോയം നോക്കിയേ 1 2 3 4 5 6 7 8 മോർ ദാൻ 6 എന്തുണ്ട്? ഫ്ലോയം ബണ്ടിൽസ് ഉണ്ട്. സോ സൈലം ആൻഡ് ഫ്ലോയം ബണ്ടിൽസ് മോർ ദാൻ 6 ആയതുകൊണ്ട് പോളിയാർ കണ്ടീഷൻ. ഇവരുടെ പിത്ത് കണ്ടോ വളരെ വലുതാണ്, ഡെവലപ്ഡ് ആണ്. ഡൈക്കോട്ടിന്റെ പിത്ത് വളരെ കുഞ്ഞായിരുന്നു. ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എങ്കിൽ ഡൈക്കോട്ട് റൂട്ടും മോണോകോട്ട് റൂട്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പെട്ടെന്ന് നോക്കാം നമുക്ക്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡൈക്കോട്ട് റൂട്ട് ആൻഡ് മോണോകോട്ട് റൂട്ട്? മോണോകോട്ട് റൂട്ടിൽ സൈലം പൊളിയാർക്കാണ്, എല്ലാവർക്കും മനസ്സിലായി. ഡൈക്കോട്ടിൽ സൈലം ഡൈആർക്ക് ഓർ ടെട്രാർക്ക്, ജനറലി ടെട്രാർക്ക് ആണെന്ന് മനസ്സിലായി. ഇവിടെ ലാർജ് പിത്ത് പ്രസന്റ് ആണ്. മോണോകോട്ട് റൂട്ടിൽ ലാർജ് പിത്ത് പ്രസന്റ് ആണ്. ഇവിടെ സ്മോൾ ആൻഡ് ഇൻകോൺസ്പീക്കസ് ആയിട്ടുള്ള ചെറിയ പിത്താണ് ഉണ്ടായിരിക്കുക. ഈ മോണോകോട്ട് റൂട്ടുകൾക്ക് സെക്കൻഡറി ഗ്രോത്ത് ഇല്ല, എന്നാൽ ഡൈക്കോട്ട് റൂട്ടുകൾക്ക് സെക്കൻഡറി ഗ്രോത്ത് ഉണ്ട്. ഇനി നമ്മളിവിടെ പറയണേ പെരിസൈക്കിള് ലാറ്ററൽ റൂട്ട്സ് മാത്രമാണ് ഉണ്ടാക്കുക മോണോകോട്ടിൽ, എന്നാൽ ഡൈക്കോട്ടിൽ അവർ ലാറ്ററൽ റൂട്ട്സും അതുപോലെ തന്നെ വാസ്കുലാർ കാമ്പിയം കൂടിയും പ്രൊഡ്യൂസ് ചെയ്യും. സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മോണോകോട്ട് റൂട്ടുകളും ഡൈക്കോട്ട് റൂട്ടുകളും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ മക്കൾക്ക് മോണോകോട്ട് റൂട്ടും ഡൈക്കോട്ട് റൂട്ടും എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായി, അതിൻ്റെ ഡയഗ്രാം മനസ്സിലായി. ഇനി അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായി.
ഇനി ഞാൻ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എല്ലാവരും കമൻറ്റ് ചെയ്യണേ. സോ ഒന്നാമത്തെ ചോദ്യം, ആസ് കമ്പയർ ടു ഡൈക്കോട്ട് റൂട്ട് മോണോക്കോട്ട് റൂട്ട് ഹാവ്, ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ ചെയ്യണേ. അതേപോലെ തന്നെ ദ പാരങ്കൈമാറ്റ സെൽസ് വിച്ച് ലൈ ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയം, സൈലത്തിനും ഫ്ലോയത്തിൻ്റെ ഇടയിൽ കിടക്കുന്ന പാരങ്കൈമാറ്റ ടിഷ്യൂവിനെ എന്താണ് വിളിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.